പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉപരിശുദ്ധമേ, യേശുവിൻ്റെ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ ചൊല്ലുന്ന ജപമാല, കർണക്കൊന്ത, വിശ്വാസപ്രമാണം, സുഹൃത ജപം, കുരിശിൻ്റെ വഴി അമ്മയുടെ പുത്രനും അർപ്പിക്കുന്ന ബലിയുടെ അനന്ത യോഗ്യതയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് വസിക്കണമേ എന്നും അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഈ മക്കളുടെ എല്ലാ ജപമാലകളും കർണക്കൊന്തകളും സുഹൃത ജപവും വിശ്വാസ പ്രമാണവും എല്ലാം കൃപാസനമേ, റോസ മിശിഹാമേ, അമ്മ ഏറ്റെടുത്ത് പുത്രൻ്റെ ബലിയോട് ചേർത്ത് കാസയിലും പിലാസയും സമർപ്പിക്കുന്നു. രോഗപീഠകൾ, കടബാധിത, വഴക്ക്, വെറുപ്പ്, ദേഷ്യം, കുടുംബ വഴക്കെല്ലാം സാത്താൻ്റെ കിങ്കരന്മാരി അമ്മ സമർപ്പിച്ച് ഈ ജപമാലയിലൂടെ കത്തിച്ചാരമായി പോണെന്ന് സ്വർഗീയ പിതാവിൻ്റെ പുത്രനായ യേശുവേ, നിന്റെ നാമത്തിൽ നിന്നെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ ഈ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, ഞങ്ങൾ ചൊല്ലി സമർപ്പിക്കുന്ന ജപമാലകളെല്ലാം കർണക്കുന്തകളെല്ലാം വിശ്വാസ പ്രമാണം മുഴുവനും സുഹൃത ജപം, കുരിശിൻ്റെ വഴിയെല്ലാം കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ കുർബാനയായി, ബലിയായി, കാസയായി, പിലാസയായി മാറിയത്. എൻ്റെ അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടെ നേറ്റെടുക്കണമേ എന്ന് അമ്മയുടെ രക്തക്കണ്ണീര് വഴി ഓരോ മക്കളുടെയും പ്രാർത്ഥന ഏറ്റെടുക്കണമേ എന്ന് അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ, അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കരുണ തോന്നി പുത്രനായ യേശുവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം പുറപ്പാട് പുസ്തകം തന്നെയാണ്. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരയണം. ഫറവ ഒരു കാരണവശാലും ഇസ്രായേൽ മക്കളെ കർത്താവിനെ ആരാധിക്കാൻ വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കോപം കത്തി ജ്വലിക്കുന്നുണ്ടെങ്കിലും മോശ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ക്ഷമിച്ച് അവിടുന്ന് അത് നീക്കിക്കളയുന്നു. വീണ്ടും അവൻ്റെ ഹൃദയം കഠിനമാകുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്നില്ല. 10-ാം അധ്യായത്തിലേക്ക് ഇന്ന് വരുമ്പോൾ നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന വചനം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. 1 മുതൽ 20 വരെയുള്ള തിരുവചനം. ഇന്ന് യേശു മോശ വഴി വിടുന്നത് ഒരു വെട്ടുകിളികളാണ്. നശിപ്പിക്കാൻ പോവുകയാണ് അവൻ്റെ രാജ്യം. എന്നാലും അവൻ പഠിക്കില്ല. എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത നോക്ക് കുത്തികളെ പോലെ ഗ്രൂപ്പിലിരിക്കുന്ന വ്യക്തികൾ ഇത് കേട്ടിരിക്കണം. അവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ചെയ്യണ ഓരോ അത്ഭുതങ്ങൾ. സമർപ്പണമില്ലാണ്ട് ഒരു നോക്ക് കുത്തി പോലെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ പലരും, കുടുംബങ്ങളെല്ലാം. വേണ്ടാത്തതൊക്കെ കൊണ്ടുപോയി അമ്മയുടെ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇടുക, എന്നിട്ട് കാശുണ്ടാക്കാനുള്ള വഴി തേടി ഓടുക. അതൊക്കെ വെറും പൈശാചിക ശക്തിയാണ്. പൈശാചിക ശക്തി കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് അവൻ അതിലും വലുത് ചെയ്യിപ്പിക്കും, മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ നോക്കും. അപ്പോൾ എന്ത് വേണം? നമ്മൾ ചൊല്ലുന്ന ജപമാല സമർപ്പിക്കണം. പ്രിയ സഹോദര സഹോദരി, സാത്താൻ കയറി കഴിയുമ്പോൾ പണം ഉണ്ടാക്കാനുള്ള വഴി തുറന്ന് കാണിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കണം. യേശുവിനെ പെറ്റ അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പുത്രൻ്റെ ഒഴുകണ ശരീരം കണ്ടു നിന്ന അമ്മയെ നോക്കി നീ പ്രാർത്ഥിക്കുക. കുടുംബം അനുഗ്രഹിക്കപ്പെടും. അപ്പോഴാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. കുടുംബത്തിലേക്ക് അമ്മ കയറി വരുന്നത്. സമർപ്പണമില്ലാണ്ട് നോക്ക് കുത്തിയായിട്ടിരിക്കുന്ന വ്യക്തികളുടെ കുടുംബം അധംപതിച്ചു പോകും. അതിനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കി അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. ഇത്രയും മക്കളാണ് ഇതിനകത്ത് മാല ചൊല്ലി 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 സമർപ്പിക്കുന്നത്. നാട്ടുകാരെ കാണിക്കാനോ അയൽവാസികളെ കാണിക്കാനോ ഒന്നുമല്ല, അമ്മയെ കാണിക്കണം. അമ്മ അറിയണം. അമ്മയുടെ ബാങ്കാണത്. അല്ലാണ്ട് നിങ്ങൾ ചൊല്ലുന്ന ജപമാല മറ്റുള്ളവരെ കാണിക്കാനാണെന്ന് പറയണത് അത് പിശാചാണ്. അത് തന്നെയാണ് പിശാച്.
വലിയ പിശാശും കുട്ടി പിശാശും രണ്ടും കൂടെ കയറി കയറി പിടിച്ച് കുടുംബത്തിൽ കയറിയിരിക്കുകയാണ്. അവനെ പുറത്താക്കണം, അവനെ വിട്ട് ഇറങ്ങി വരണം. അപ്പോഴാണ് നിന്റെ കുടുംബം ഗതി പിടിക്കുക, നിന്റെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുക. ചെമ്മാല ചൊല്ലുന്നില്ല ഈ ഗ്രൂപ്പിലെ മക്കള് ഒരു കാരണവശാലും അവരുടെ മക്കൾ നശിച്ചു പോകില്ല. സത്യമായിട്ട് ഞാൻ പറയുന്നത്, പടിപടിയായിട്ട് അവർ ഉയരും. ഇന്നില്ലെങ്കിൽ നാളെ. അമ്മ ജീവിക്കുന്ന അമ്മയാണ്, അമ്മയല്ല. പുത്രൻ ജീവിക്കുന്നവനാണ്, അവൻ ജീവനുള്ള ദൈവമാണ്. നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നവനാണ്. മരിച്ചുയർത്തെഴുന്നേറ്റ യേശുനാഥൻ വറുത്ത മീൻ ഭക്ഷിക്കുന്നുണ്ടാ, ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആ യേശു ഇന്നുമുണ്ട്, അന്നും ഇന്നും ഒരുവൻ തന്നെ. അവൻ്റെ വാക്കിന് മാറ്റില്ല. ഒരു കാരണവശാലും പരിശുദ്ധ അമ്മേനെ തള്ളിപ്പറയേ, പരിശുദ്ധ അമ്മയ്ക്ക് എതിരായിട്ട് ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. പരിശുദ്ധ അമ്മയുടെ കുർബാനയാണ് ഓരോ വീട്ടിലും നടക്കുന്ന ജപമാല. ആ അമ്മയിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈ അമ്മ പുത്രന്റെ കുർബാനയിൽ കാസയിൽ ബിലാസയിൽ സമർപ്പിക്കും. അമ്മ ഇടപെടും. കൃപാസനമ്മ, റോസാമിശിക അമ്മ ഇടപെട്ടേ മതിയൂ. അതിനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നാട്ടുകാർ കാണാനോ അയൽവാസികൾ കാണാനോ ഗ്രൂപ്പിലുള്ളവർ കാണാനോ അല്ല. അവരുടെ കണ്ണ് പ്രകാശമാണ്, നിങ്ങളുടെ കണ്ണ് ഇരുട്ടാണ്. അത് വിശ്വസിക്കണം. അതാണ് കർത്താവ് പറവന്റെ ഹൃദയം കഠിനമാക്കി കളയുന്നത്. കഠിനമാക്കി കളഞ്ഞില്ല. 10-ാം അധ്യായമാണ് ഇന്ന് പോണത്. 10-ാം അധ്യായം 1 മുതൽ 10 വരെ. അവിടെയും അവൻ ഇസ്രായേൽ മക്കളെ വിട്ടുകൊടുക്കില്ല. കർത്താവിനെ കളിപ്പിച്ചിട്ടിരിക്കുകയാണ്, മോശനെ കളിപ്പിച്ചിട്ടിരിക്കുകയാണ്. നോക്കിയേ, ഇതൊക്കെ നമ്മുടെ ഒരു പാഠമാണ്. കുടുംബ ജീവിതത്തിലെ പാഠം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. വചനം ശ്രവിക്കുക. 10-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് മോശയോട് പറഞ്ഞു. കണ്ടാ, കർത്താവ് മോശയോട് പറഞ്ഞു. കർത്താവ് ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കും, നീ ഇത് ചെയ്യുന്നു. അപ്പോഴാണ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇന്നമാതിരി ചെയ്യ് എന്ന് പറയണതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് മനുഷ്യരെ കാണിക്കാനോ നാട്ടുകാരെ കാണിക്കാനോ അല്ല മക്കളെ, അല്ല. അമ്മയ്ക്ക് നിങ്ങൾ വിമല ഹൃദയോട് ചേർത്ത് വെച്ച് നിങ്ങളെ അമ്മയുടെ മേലങ്കിയോട് ചേർത്ത് വയ്ക്കാനാണ്. നിങ്ങളെ പറഞ്ഞില്ലേ പറഞ്ഞോ, നാട്ടുകാരെ കാണിക്കാനോ മറ്റവരെ കാണിക്കാനോ. പൈശാചികത്തെയാണത്, വെറും പൈശാചികത്തി. അവനെ കൂട്ടുപിടിക്കരുത്. അവൻ കുടുംബം നശിപ്പിച്ചു കളയും, മക്കളെ വഴിതെറ്റിക്കും, പോണ വഴി അറിയില്ല. യേശുവേ സ്തോത്രം. കർത്താവ് കണ്ട മോശയോട് പറയണത് ഇത് തന്നെയാണ് ഓരോ പ്രവാചകന്മാരോടും പറയണത്. സങ്കീർത്തനം 115:5 അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ അഭിഷക്തനെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ഉപദ്രവം വരരുത്. ഓരോ പ്രവാചകന്മാരും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി സമർപ്പിക്കുന്നതിൻ്റെ കാരണം നിങ്ങളത് ചെയ്യാനാണ്. അതിലൂടെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാനാണ്. എഫാത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, കുടുംബം അനുഗ്രഹിക്കപ്പെടണില്ലേ. കൃപാസന അമ്മ ആലപ്പുഴയിൽ 30 വർഷം മക്കളില്ലാണ്ട് അവിടെ പോയി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ 3 മാസം കൊണ്ട് ഗർഭിണിയായി. ഒരു കഴിയുമ്പോഴത്തേനും ഒരു ആൺകുഞ്ഞിനെ കൊടുക്കണം, ഒരു പെൺകുഞ്ഞിനെ കൊടുക്കണം. ഇതെങ്ങനെ സംഭവിച്ചു? 20 വർഷമായിട്ട് ജീവിത പങ്കാളിയെ കിട്ടുന്നില്ല. അവിടെ പോയി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഈ അമ്മ എന്തുകൊണ്ട് അവന് ജീവിത പങ്കാളിയെ കൊടുക്കണം? എങ്ങനെ മദ്യപാനം വിട്ടുപോകണം? എങ്ങനെ ക്യാൻസർ രോഗം വിട്ടുപോകണം? തിരിച്ചറിയണം. നാട്ടുകാരെ കാണിക്കാനാണോ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ? ആയിരങ്ങൾ വന്ന് ഒഴുകണം, പുഴ പോലെ ഒഴുകയല്ലേ. കൃപാസനം, അണക്കര, അട്ടപ്പാടി അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് അനുഗ്രഹം കിട്ടണം? കുടുംബം നന്നാകണം, വിദേശത്തേക്ക് കയറിപ്പോണ്, മക്കൾ പടിപടിയായിട്ട് ഉയരണം, മദ്യപാനം വിട്ടുപോണ്. കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മക്കളില്ല, കുടുംബത്തിലിരുന്ന് പിടിച്ചിട്ട് പെരകെട്ട വീട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മക്കൾക്ക് ജോലി കിട്ടുന്നില്ല, കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മക്കൾ വഴിതെറ്റി പോകുന്നു. എന്തുകൊണ്ട്? അമ്മയില്ലാത്തതുകൊണ്ടാണ്. കുടുംബത്തിൽ അമ്മയില്ലാത്തതാണ്. കുടുംബത്തിൽ അമ്മയില്ലാത്തതിൻ്റെയാണ് മക്കൾ വേറെ വഴി തേടി പോണത്. അതിലൂടെ മദ്യപാനം, മ്ലേച്ഛത ഒക്കെ കേറി ഇങ്ങോട്ട് വരും. നമ്മളറിയില്ല. വഴി തെറ്റിക്കുമ്പോഴാണ് നമ്മൾ കിടന്ന് കരയണത്. മക്കളെ പോയേ. ആരോട് പറയും? കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയില്ലെന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? അമ്മയ്ക്ക് സമർപ്പണമില്ലാത്ത മക്കൾ അങ്ങനെയാണ് പറയും. അതുകൊണ്ടാണ് പറയണത്. എന്താണ് ഇവിടെ പറഞ്ഞത്? കണ്ട, വായിച്ചു നോക്ക്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ പറവയോട് അടുക്കൽ ചെന്ന് പറയുക, ഞാൻ പറവയുടെ സേവകരുടെയും ഹൃദയം
കഠിനമാക്കുമ്പോഴാണ് ഗ്രൂപ്പിൽ അനാവശ്യമായ വാക്കുകളൊക്കെ കേട്ടിരുന്നത്. പരിശുദ്ധ അമ്മയുടെ ജപമാലയായ അമ്മയുടെ കുർബാനയായ ജമാല ഗ്രൂപ്പിലേക്ക് അവിടെ ജോലിയുണ്ട്, ഇവിടെ ജോലിയുണ്ട്, സമ്പത്തുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഓടിക്കോ ഇവിടെ ഓടിക്കോ, ആ ഓട്ടം ഒരു പോക്കായിരിക്കും. അമ്മയ്ക്ക് സമർപ്പിക്കുക, അമ്മ കൊടുക്കും. വേണ്ട അത്യാവശ്യമുള്ളവർക്ക് അമ്മ കൊടുക്കും. മനുഷ്യനല്ല കൊടുക്കുന്നത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ്. അവന് ഒരു മുഴം 3 മീറ്റർ കയറാണ് അവൻ്റെ ആവശ്യം, യൂദാസിനെ പോലെ. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഡ്ഢികളാക്കി എന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിന്റെ പുത്രന്മാരും പുത്രിമാരും വന്ന് കാണും. വിഡ്ഢികളാക്കിയാണ് കണ്ടാ, കർത്താവ് അവരെ വിഡ്ഢികളാക്കി കളയും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, എങ്ങും പോകണ്ട, ആരെങ്കിലും കാണിക്കണ്ട എന്നൊക്കെ പറയണതല്ല. ഭോഷത്വമാണത്, ഭോഷത്വം. കർത്താവ് എന്താ പറയണേന്ന് നോക്കിയേ. ഞാൻ ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഡ്ഢികളാക്കി എന്ന് അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം വിഡ്ഢികളാക്കി കളയും കർത്താവ്. വിഡ്ഢികൾ. കർത്താവിൻ്റെ സമർപ്പണമില്ലാണ്ട്, പരിശുദ്ധ അമ്മയുടെ സമർപ്പണമില്ലാണ്ട് ആരെ കാണിക്കാനാണ്? കണ്ട, ഇവരിങ്ങനെ പുറത്ത് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ എങ്ങനെ ഇരിക്കും? ഇവരുടെ ഹൃദയം എന്തായിരിക്കും അല്ലേ? പറവോനെ പോലെ അങ്ങോട്ട് മുറുകും. ഈ ജപമാല ചൊല്ലാത്ത എണ്ണങ്ങളെ കാണുമ്പോൾ അവരെ പല്ലി കടിക്കുന്നുണ്ടോ അവർ? അത് പിശാചാണ്. അവനെ പുറത്താക്കാണ്ട് ഒരു കാരണവശാലും രക്ഷ പ്രാപിക്കില്ല. പ്രാർത്ഥന കാണും തോറും ഗ്രൂപ്പിൽ ഇങ്ങനെ ജമാല ചൊല്ലും തോറും കാണുന്നവർ മറ്റു ചൊല്ലാത്തവർ കാണുമ്പോൾ അവർക്കത് പല്ലികടിയായിട്ട് മാറും. പറവോയെ പോലെ, പറവോയുടെ മക്കളായിട്ട് മാറും. അപ്പം എങ്ങനെയുണ്ടാവും? ഹല്ലേലൂയ. ഞാൻ തുറന്നു പറയും, യേശുനാമത്തിൽ അവൻ്റെ അമ്മയുടെ വിമല ഹൃദയം വഴി ഞാൻ പറയിപ്പിക്കുക, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാനാണ് കർത്താവ്. അവിടെ എഴുതിയേക്കണം കണ്ട. ഇത്രയെന്നറിയാമോ വാക്യം? ഹല്ലേലൂയ. 10-ാം അധ്യായം, യേശുവേ നന്ദി, 2-ാം വാക്യത്തിൽ പറയാണ്, ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അത്. ഓരോ വാക്കിനും ഓരോ അർത്ഥം കർത്താവ് വചനത്തിലൂടെ സംസാരിക്കണം. കണ്ട, കർത്താവ് സംസാരിക്കും. വചനം ഇന്ന് പറയേണ്ട വചനത്തിലാണ് ഇന്നലെ എന്നോട് സംസാരിച്ചത്. എന്താണ് പറയുന്നത്? ഞാനാണ് കർത്താവ്. വേറൊരു കർത്താവിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടാ, ഞാനൊന്ന് കാണട്ടെ. ഞാനാണ് കർത്താവ്. കർത്താവ് പറയുന്നത് ഞാനാണ് കർത്താവ്. എൻ്റെ അമ്മയാണ് യേശുവിൻ്റെ അമ്മ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ അമ്മയ്ക്ക് നീ സമർപ്പിക്കുക. പല്ലികടിയും ദേഷ്യവും ഇവർ സമർപ്പിക്കുന്നുണ്ടല്ലോ, ഇവർ ചൊല്ലുന്നുണ്ടല്ലോ പറയുന്ന ആ ഭോഷത്വം വിട്ടുകളയുക. എന്നിട്ട് അവനെ വിട്ടിട്ട് ഇറങ്ങി വരിക, സിമിത്തേരി വിട്ടിട്ട് ഇറങ്ങി വരിക. അപ്പം നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവും, കുടുംബജീവിതം ഉണ്ടാവും. ഹല്ലേലൂയ. 3-ാം വാക്യം, മോശയും അഹരോനും ഫറവോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു, എത്ര നാൾ നിങ്ങളിങ്ങനെ പല്ലികടിയും ദേഷ്യമായിട്ട് ഇരിക്കും? ഗ്രൂപ്പിൽ ഇരിക്കും. ചോദിക്കണം, എത്ര നാൾ? ഇവിടെ എഴുതി വെച്ചേക്കിട്ട് നിങ്ങൾക്ക് വായിക്കണം വചനം എടുത്തിട്ട്. എത്ര നാൾ നിങ്ങൾ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും? അവനെ കീഴ്വഴങ്ങണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മനെ കെട്ടിപ്പിടിക്കണം. വെറുതെ വീട്ടിൽ നിന്ന് ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ് യേശുനാഥൻ മലയിലേക്ക് പോകണമെന്ന് പറയണത്? സിനിമ കാണാനാണോ? കള്ളു കുടിക്കാനാണോ? പ്രാർത്ഥിക്കാനാണ്. പാറമേൽ മുട്ടുകുത്തി അവൻ രക്തം വിയർത്ത് പ്രാർത്ഥിക്കാൻ പ്രഭാതത്തിലും ഈവനിങ്ങിലും എപ്പോൾ നോക്കിയാലും യേശു മലയിലേക്ക് പോകും. അവൻ ദൈവപുത്രനാണ്. എന്നിട്ട് പോലും അവൻ പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവായ ദൈവം ഗെത്സമനി തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. ഇതുപോലെ പ്രാർത്ഥിക്കണം. കല്ലുപ്പിട്ട് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് മക്കൾ രക്ഷപ്പെടാ. മക്കളെ വെറുതെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നന്നാകണം. മദ്യം കുടിച്ചിട്ട് അതേ നാവിൽ തന്നെ യേശുനാഥൻ്റെ ജീവനുള്ള യേശുനാഥൻ്റെ ശരീരം ഭക്ഷിക്കുന്നില്ലേ? നിന്റെ നാവിൽ ക്യാൻസർ വരാത്തതിന് പ്രാർത്ഥിക്കുക. നാവിൽ ക്യാൻസർ വന്നാൽ എന്ത് സംഭവിക്കും? ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതേ നാവിൽ തന്നെ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നീ അർപ്പിക്കുന്ന കുർബാന
ആരുടെ കുർബാനയാണ്? ആരുടെ കുർബാനയാണ്? എനിക്ക് മനസ്സിലാകണില്ല. മദ്യം കഴിക്കുന്ന ഒരു വ്യക്തി യേശുനാഥന്റെ ശരീരം അതേ നാവിൽ ഭക്ഷിക്കുമ്പോൾ നീ അർപ്പിക്കുന്ന ബലി അത് ആരുടെയാണ്? നീ തന്നെ പറ. ബ്ലാക്ക് മാസ് ഉപയോഗിക്കുന്നവരുടെ ആദ്യത്തെ ബലിപീഠത്തിൽ അവർ വയ്ക്കണ സാധനം ഈ മദ്യമാണ്. ഫസ്റ്റ് അവർ വയ്ക്കണത് മദ്യമാണ്. 2 അവരുടെ മൂത്രം. ഒന്ന് ആലോചിച്ച്. എന്നിട്ട് കർത്താവിൻ്റെ ഫോട്ടോമേ കയറി നിന്നിട്ട് ചവിട്ടയാണ്. നഗ്നായ ഒരു സ്ത്രീ കിടന്നുണ്ട്. ഇതൊക്കെ കേൾക്കണം, കാണണം, ഇടയ്ക്കൊക്കെ കേൾക്കണം. ഇതൊക്കെ അത്ര ഗൗരവമാണ്. കർത്താവിൻ്റെ ശരീരം നമ്മുടെ നാവിൽ മദ്യം വേണ്ടാത്തത് കഴിച്ച് ആ നാവിൽ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്ന സഹോദര സഹോദരി തിരിച്ചറിയണം. ഒരു അപ്പൻ ഒരു കുപ്പി കുടിച്ചാൽ ആ മകൻ 7 കുപ്പി കുടിക്കും. അപ്പൻ ഒരു മാസം 7 കുപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ മകൻ 70 കുപ്പി കുടിക്കും. അങ്ങനെ അവൻ വാഴ പറിക്കണവനായിട്ട് മാറും, വഴിയെ കുട്ടിയനായിട്ട് മാറും. അവനെ രക്ഷപ്പെടുത്താൻ ഈ ഭൂലോകത്തിൽ തന്നെ ആരും ഉണ്ടാവില്ല. എന്നാൽ ഒരുത്തനുണ്ടാവും. ആരാണെന്നാ? ഈ അമ്മയുടെ മകൻ. ഈ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഈ അമ്മ പറയും അവൻ്റെ മദ്യപാനം നിർത്താൻ. അവൻ നിർത്തിയതാണ്. പിന്നെ അതിൽ നിന്ന് ഒരു കാരണവശാലും അവൻ മദ്യം കുപ്പി തൊടില്ല. അവിടെയാണ് രക്ഷ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഒരു പിശാചുള്ളവൻ അവനെ വിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ പോയിട്ട് 7 പിശാചിനെ കൂട്ടിക്കൊണ്ടുവരും. അവൻ്റെ ജീവിതം കട്ടപ്പുകയായിട്ട് മാറും. ഇത് നടന്നിട്ടുണ്ട്, നടക്കുന്ന സംഭവമാണ് ഇതൊക്കെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്ത വചനം ശ്രവിക്കാം. എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഗ്രൂപ്പിൽ സമർപ്പിക്കുന്ന ഓരോ മകനും മകളും തിരിച്ചു പറഞ്ഞുകൊള്ളുക, എൻ്റെ ജനം എൻ്റെ മക്കൾ എന്നാണ് കർത്താവ് പറയണത്. എൻ്റെ ജനം, എൻ്റെ മക്കൾ എന്നെ വിട്ടയക്കുക, എന്നെ ആരാധിക്കാൻ വിട്ടയക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ, കണ്ടാ, അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ, കുറ്റം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ഞാൻ നാളെ നിന്റെ രാജ്യത്ത് വെട്ടുകിളികളെ അയച്ച് നശിപ്പിച്ചു കളയും. ഈജിപ്ത് പറവയോട് രാജാവിനോട് പറയുന്നത് വെട്ടുകിളികളെ അയച്ച് നശിപ്പിച്ചു കളയും. വലിയ കൊട്ടാരത്തിലൊന്നും കയറിയിരുന്നിട്ട് ഒരു കാര്യമില്ല. വെട്ടുകിളികളെ അയച്ചവൻ നശിപ്പിച്ചു കളയും. കോപം കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ കുറ്റം പറഞ്ഞ് അവരകത്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാത്താൻ കയറി അടിക്കും. സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് അവൻ അലറിക്കൊണ്ടുന്നു കൂകി നടക്കേണ്ടത് അവന് കിട്ടണില്ല. ഹല്ലേലൂയ. ജപമാല ചൊല്ലി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ മേലും സാത്താന് അധികാരമുണ്ടാവില്ല. ഇത് സത്യമായിട്ട് ഞാൻ പറയുന്നു. ജപമാല ഒരു ദിവസം ജപമാല ചൊല്ലി ഒരു ജപമാല പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവന് നിന്റെ കുടുംബത്തിന് അധികാരം ഉണ്ടാവില്ല. സമർപ്പിക്കാതെ നീ ചൊല്ലി പോയിട്ടുണ്ടെങ്കിൽ അവൻ അതിന് മോളിൽ ചൊല്ലും. അതിൻ്റെ മേലെ അവൻ ജപമാല ചൊല്ലും. അതിനുള്ള കഴിവനുണ്ട്. ഭർത്താവ് 40 ദിവസം ഉപവസിച്ചു അല്ലേ? എന്നിട്ട് മലയിറങ്ങി വന്നപ്പോൾ വിശപ്പറിഞ്ഞത് ആരാണ്? വിശപ്പറിഞ്ഞത്? സാത്താനാണ് അറിഞ്ഞത്. അവനെ വിളിച്ച്, വാ ഈ കല്ലിനോട് അപ്പാകാൻ പറഞ്ഞു. നീ ദൈവപുത്രനാണാ, ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു. യേശു പറഞ്ഞ അപ്പം ആവൂലേ? ആകും. പക്ഷെ അവനെ കീഴ്വണങ്ങിയില്ല. നീ പോയി പണി നോക്കാൻ പറഞ്ഞു. പിന്നെ അവനെ കൊണ്ടുപോയി വലിയ ദേവാലയം മോളിൽ കയറ്റിയത് ചാടാൻ പറഞ്ഞു. സർക്കസ് കാണിക്കാൻ പറഞ്ഞു. അവർ കാലിൽ തട്ടാതെ നിന്നെ താങ്ങിക്കൊള്ളൂ. യേശു വണങ്ങിയാ? ഇല്ല. എപ്പോഴാണത് വന്നത്? 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അപ്പം ഇതിനത് ചൊല്ലണ ഓരോ സഹോദര നീയൊക്കെ ചൊല്ലുന്ന ജപമാലയ്ക്ക് ഓരോന്നിനും വിലയുണ്ട്. ഓരോ മണിക്കും വിലയുണ്ടാവും. നീ പറഞ്ഞാൽ അത് കേൾക്കും കർത്താവ്. എങ്ങനെ കേൾക്കുമെന്ന് അറിയാമോ? ഞാൻ ഇത്രയേറെ ജപമാല ചൊല്ലിയിട്ട് ഇത്രയേറെ പ്രാർത്ഥിച്ച് സമർപ്പിച്ചിട്ട് അമ്മേ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് നിനക്ക് ചോദിക്കാൻ പറ്റും. സമർപ്പിക്കാത്തവൻ ചോദിക്കാൻ പറ്റുമോ? നിന്നെ അറിയില്ലെന്ന് പറയും. അനീതി പ്രവർത്തിക്കുന്നവരെ ദൂരെ പോകാൻ പറയും. ദുരിദാസനോട് പറഞ്ഞില്ലേ, നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക, ഇനി താമസിക്കരുതെന്ന് പറഞ്ഞതിനോട്. ഒട്ടും പോകാൻ പാടില്ല. നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക. എന്താണ് ചെയ്തവൻ? അവൻ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. 3 മണം കയറിൽ അവൻ തൂങ്ങിച്ചെത്തു. അതാണ് ഗതി. ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക, ഒട്ടും താമസിക്കരുതെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്തു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കും തോറും സാത്താൻ നമ്മുടെ അടുക്കിലേക്ക് വരികയും ചെയ്യും. എന്നാൽ അവിടെ നിന്ന് അവൻ്റെ നിന്നും അലറി കൂകി പുറത്തോട്ട് പോവുകയും ചെയ്യും. സമർപ്പിക്കണമെങ്കിൽ അവൻ കയറിയുന്നത് അവനും കൂടെ ചെല്ലും.
ഞാനും ചെല്ലാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 20 കൊല്ലവും 30 കൊല്ലമൊക്കെ വീട് പണിയില്ലാണ്ട് മക്കളില്ലാണ്ടൊക്കെ കഴിയുന്നതിൻ്റെ കാരണം, രോഗം മാറാതെ കാരണം ഇവനും കൂടി ചേർന്നിരുന്ന് ചൊല്ലിയിട്ടാണ്. സമർപ്പണം ഇല്ല. സമർപ്പണം ഉണ്ടെങ്കിൽ അവൻ പേടിക്കും. സമർപ്പണത്തിൻ്റെ മുമ്പിലാണ് ഇവൻ പേടിക്കുന്നത്. സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര പേടിയാണ്. എന്താണെന്ന് പറയുക, ഈ ലോകത്തിൽ പിശാചിനെ നിരുപരിയായി കളഞ്ഞ ഒരൊറ്റ വ്യക്തിയെ ഇതിനകത്തുള്ളൂ, ഈ ലോകത്തിലുള്ളൂ. അത് നസറായ യേശുവാണ്. അത് പരിശുദ്ധ അമ്മയിലൂടെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മേനല്ലേ കുരിശിൻ ചോട്ടിൽ നിന്നത്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്ന? 12 ശിഷ്യന്മാർ ഓടിപ്പോയില്ലേ? ഒളിച്ചോടിപ്പോയി കളഞ്ഞില്ലേ? ആരാണ് കുരിശിൻ ചോട്ടിൽ കർത്താവിൻ്റെ ശ്വാസം പോണത് നോക്കിയിരുന്നത്, ജീവശ്വാസം പോകുന്നത്? അവൻ്റെ അമ്മയാണ്. ആ അമ്മയിലേക്ക് സമർപ്പിക്കണം. ആ അമ്മ പുത്രനിലേക്ക് സമർപ്പിക്കും. പുത്രനെ അത് ബലിയാക്കി മാറ്റും. പിതാവിനെ മഹത്വപ്പെടുത്തും. പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തും. പുത്രനും അമ്മയിലൂടെ മഹത്വപ്പെടുത്തും നമ്മളെ. അതല്ലാണ്ട് നാട്ടുകാർ കാണാനോ മറ്റുള്ളവർ കാണാനോ അല്ല ഈ ഗ്രൂപ്പിൽ ചൊല്ലുന്ന ജപമാലകൾ. അറിയാമോ? അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയെങ്കിലേ കൃപ വേണം, ജ്ഞാനം വേണം, കർത്താവിൻ്റെ ജ്ഞാനം വേണം. പിശാചിൻ്റെ ജ്ഞാനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബമല്ല, നിന്റെ ജീവശാസ്ത്രത്തിന് തന്നെ തടസ്സം ഉണ്ടാവും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 5-ാം വാക്യം. ആ ദേശത്ത് കാഴ്ചയിൽ നിന്നും മറച്ചു കളയുകയും കന്മഴയിൽ നിന്നും രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും. ഇന്നലെ നമ്മൾ കണ്ടു അല്ലേ, ഇങ്ങനെ കന്മഴയും ഇടിവെട്ടും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിക്കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു കർത്താവ്. നശിപ്പിച്ച് കളഞ്ഞു. അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ കർത്താവിന് അതൊന്നും ഇഷ്ടപ്പെടാനില്ല. കർത്താവ് അവരെ നശിപ്പിക്കാനല്ല. ഇന്നെന്താ ചെയ്യാൻ പറയുന്നുണ്ടോ? ഹല്ലേലൂയ. ഓരോ ഇത് കാണും തോറും പറവയുടെ ഹൃദയം കൊണ്ട് കഠിനമായിക്കൊണ്ടിരിക്കുന്നു. പാറ. ഇത് തന്നെയാണ് ഈ ഗ്രൂപ്പിലും കാണുന്നത്. ഇത് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ നോക്ക് കുത്തിയായിട്ടിരിക്കുന്നത്, നടന്ന് ജീവിച്ച് പോകുന്നുള്ള ഓരോ സഹോദരി സഹോദരനും. ഇത് തന്നെയാണ് നിൻ്റെയും ഗതി. കഠിനമാക്കി വെച്ചേക്കാണ് കർത്താവിൻ്റെ മുമ്പിൽ. ഓരോ പ്രാർത്ഥനയും ഓരോ ഇത് നോക്കി കാണുമ്പോൾ ആ ഹൃദയം ഇതൊക്കെ കൊണ്ട് കഠിനമാക്കിയിരിക്കും. അങ്ങനെ ഞാനൊരു 10-30 ഞാൻ എടുത്ത് കാട്ടിക്കളഞ്ഞു. ആദ്യത്തുണ്ടായിരുന്നാണ് 10-30 പറഞ്ഞിട്ട് കേൾക്കാത്ത പൈശാചികത്തെ പിടിച്ച കുറേ എണ്ണത്തിന് ഞാൻ ഇതിനടുത്ത് ദൂരെ കളഞ്ഞു. 3 വർഷം നോക്ക് കുത്തിയായിട്ട് കൃപാസനത്തിലുണ്ടായിരുന്നു. ഒക്കെ അതിനെടുത്ത് ഞാൻ ദൂരെ കളഞ്ഞു. പരിശുദ്ധമ്മയുടെ പേരണ കിട്ടിയിട്ടാണ് ഞാൻ കളഞ്ഞത്. ഒറ്റെണ്ണത്തിന്. അതുങ്ങളുടെ കുടുംബവും മക്കളൊക്കെ എങ്ങനെ കിടക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ രക്ഷിക്കേണ്ടതൊക്കെ ഞാൻ ഇതെല്ലാം അറിയുന്നുണ്ട്. അമ്മ എന്നോട് പറയും, അത് ഞാൻ വെച്ച് ഞാൻ ചെയ്യും. നാണക്കേടാണ് ഒരു ജപമാല ഈ അമ്മയ്ക്ക് സമർപ്പിക്കാൻ. എന്നിട്ട് അമ്മേ 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 അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയണതിൻ്റെ എന്തുദ്ദേശം? അമ്മേനെ കാലും കയ്യൊക്കെ മാന്തി മുത്തുന്നുണ്ടല്ലോ. വില കിട്ടണ്ട. കിട്ടിയിട്ടുണ്ടോ? വലുതും കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ അമ്മനെ കണ്ടിട്ടില്ല. ആ കാശ് രൂപ അവിടെ പോയി, ആ പ്രാർത്ഥന പുസ്തകം അവിടെ പോയി, അങ്ങോട്ട് വിട്ടുകളഞ്ഞു. അത് തന്നെയാണ് ഓരോത്തിൻ്റെയും ഗതി. വിട്ടുകമ്മല്ല, നിന്റെ മരണം വരെ ആ കാശ് രൂപം ആ പുസ്തകം നിന്റെ കിടക്കയിൽ വെച്ചേക്കണം. അപ്പം അമ്മ നിന്നെ ഓർക്കും. വിട്ടു കളയുമ്പോൾ അമ്മയും വിട്ടുപോകും. അമ്മ ദൂരെ പോവും, ഇത് കാണില്ല. പുത്രനെ അതിൻ്റെ അപ്പുറം പോവും. പുത്രൻ നേരിട്ട് ചോദിക്കും, നീ ആരാണ്? നിന്നെ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം നീ പറയും, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, സമർപ്പണമില്ല. അപ്പം കർത്താവ് എന്താ പറയാന്നറിയാമോ? അനീതി പ്രവർത്തിക്കുന്നവളെ ദൂരെ പോവുക, എൻ്റെ കൺമുമ്പിൽ കണ്ടുപോയെന്ന് പറയും. കർത്താവ് പറയുന്നത് എന്താണെന്നാ? കർത്താവ് വെറും ഒരു പൊട്ടനായിട്ടൊന്നും നിൽക്കണില്ല. അവൻ ജീവിക്കണ ദൈവമാണ്. കണ്ണ് 10,000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള ആ കണ്ണ് നമ്മുടെ ദേഹത്ത് പതിയും. അവൻ നോക്കും, കാണും, അറിയും. ഇത് വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഇത് അറിഞ്ഞിരിക്കും. അതാണ് നമ്മുടെ ജീവനുള്ള ദൈവമായ കർത്താവ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവനെ വെല്ലുവിളിക്കാനോ അവനെ ശാസിക്കാനോ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒരുത്തിനും വളർന്നിട്ടുമില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഒരുത്തിനും അവനെ എതിർക്കാനോ അവനെ എതിർ പറയാനോ പറ്റില്ല. അവൻ്റെ അമ്മയുടെ മുമ്പിലും ഈ 2 വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ കുമ്പിട്ടാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അവൻ ചൊല്ലുന്നുണ്ടോ ഇവൻ ചൊല്ലുന്നുണ്ടോ, പല്ല് കടിച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ല് പൊഴിഞ്ഞു പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വചനം സേവിക്കാം. നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാരെല്ലാവരുടെയും വീടുകളിൽ വന്ന് അവ നിറയും. വെട്ടുകളിലയക്കാണ് കർത്താവ്. ഇപ്പം ആരെ 1 മുതൽ 10 വരെ യാചിച്ചിട്ടും പറവ വണങ്ങുന്നില്ല. ഞാൻ ഇതുപോലെ പലരിടക്കും പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അവർ വണങ്ങിയില്ല. അപ്പം കർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കണ്ട, ഈ പറവനെ നശിപ്പിക്കണ്ട. ഇല്ല, കർത്താവ് ക്ഷമിച്ച് പോയണം. കണ്ട, എത്ര പ്രാവശ്യം ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറയണ പോലെ ആരും കേൾക്കുന്നില്ല.
ആരും കേൾക്കാൻ സമ്മതിക്കില്ല. അവൻ സമ്മതിക്കില്ല. അവൻ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവനെ വിടണം. അവനെ വിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം അനീതി നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ വിടാനാണ്? അത് കെട്ടിപ്പിടിച്ച് അതാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതിനുശേഷം അവൻ പറവയുടെ അടുത്ത് വന്ന് മടങ്ങിപ്പോയി. അതിനുശേഷം പറവയുടെ അടുത്ത് നിന്ന് മോശ മടങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ പറവയുടെ സേവകൻ അവനോട് പറഞ്ഞു. പറവയുടെ കൂടെയുള്ള മന്ത്രവാദികളുണ്ട്, മറ്റു കുനിസ്റ്റ് ബുക്കികൾ കുറേ എണ്ണങ്ങളുണ്ട്. അവർ പറഞ്ഞു, ഇനി എത്ര നാൾ നമ്മൾ ഈ മനുഷ്യൻ്റെ ഉപദ്രവം സഹിക്കണം? ഈ മനുഷ്യൻ്റെ ഉപദ്രവം ശ്രമിക്കണം. മനുഷ്യനാണ് അത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ മോശേനെയും അവർവനായിരിക്കും. പക്ഷെ ഓർഡർ കൊടുക്കുന്നത് ആരാ? ദൈവമായ കർത്താവാണ്. ആരിലൂടെ? പ്രവാചകനിലൂടെ. ഇന്നത് ചെയ്യ്. ഓരോ ഗ്രൂപ്പുകൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. കള്ളും കുടിച്ച് തോന്നിവാസമായിട്ട് നടക്കണവൻ്റെ അടുത്ത് ഗ്രൂപ്പ് ഉണ്ടാവില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അടുത്ത് ഉണ്ടാവും ഗ്രൂപ്പ്. ഏതാണെന്ന് അറിയുമോ? വേണ്ടാത്ത ഗ്രൂപ്പുകൾ. ഇത് അവർക്ക് കർത്താവ് കൊടുത്ത പ്രേരണ അനുസരിച്ചാണ് ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് കിട്ടിയ കൃപയാണ്. അതിനു വേണ്ടി അവർ ദാഹിച്ച് എത്ര ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കണമെന്ന് അറിയാമോ? അപ്പോൾ ആ ഗ്രൂപ്പിൽ ചേർന്നിട്ട് നോക്ക് കുത്തിനെ പോലെ ഇരിക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുക? വെറുതെ ഓടി വന്നിട്ട് ഒരു ഗ്രൂപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരാൾക്കും പറ്റില്ല. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പോവും. ഒരുപാട് ത്യാഗം കഷ്ടതയിലൂടെ കടന്നു പോയി കർത്താവിനോട് ചേർന്ന് നിന്നിട്ടാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് അവനെ കാണാനോ അവനെ രക്ഷപ്പെടാനോ വേണ്ടിയിട്ടല്ല. നിന്റെ കുടുംബം, നിന്റെ മക്കൾ, നിന്റെ രാജ്യം, നിന്റെ ദേശം നന്നാവണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ആ മകൻ ചെയ്യണത്. അതിനെ നീ പല്ലി കടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് പറവയുടെ മക്കളായിട്ട് മാറും. കണ്ട, സേവകൻ വന്ന് പറഞ്ഞു, ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കണം? താങ്കളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും. അവൻ്റെ സേവകര് പറവയോട് പറയണ്. ആദ്യം മോശയെ പറഞ്ഞു. മോശ മടുത്ത് പറഞ്ഞ് അപ്പോൾ നേരെ കർത്താവിൻ്റെ അടുക്ക് ചെല്ലും. പറവ പറയും, ഈ പ്രാവശ്യങ്ങളും വിട്ടേരെ, ഞാൻ ചെയ്തോളാം. ഇങ്ങനെയാണ് പലരും. എന്നിട്ട് അവിടെ പോയുമ്പോൾ കർത്താവ് അത് സാധിച്ചു കൊടുക്കും. നമുക്ക് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സാധിച്ചു തരും. പിന്നെയും നമ്മുടെ ഹൃദയം അങ്ങോട്ട് കഠിനമാകും. പിന്നെ ചൊല്ലില്ല. പിന്നെ വേറെ വഴി തേടിക്കും. അപ്പോൾ ഒരു നാണക്കേട് വരും, ഒരു ആക്ഷേപം വരും. അങ്ങനെ പിന്നെ വേറെ വഴി നോക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ആ പറവയുടെ ജനത്തോട് പറയാണ്, ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും. പറവയോട് സേവകന്മാർ പറയണം, അവരുടെ കൂടെ നിൽക്കുന്നവന്മാർ പറയണം, ഇത്ര നാൾ എങ്ങനെ നമ്മൾ ഈജിപ്ത് നശിച്ചു അല്ലേ? തവളകളെ വിട്ട്, പാമ്പുകൾ ഇട്ട്, രക്തം വെള്ളമാക്കി മാറ്റി, പേനയച്ചു, ഈച്ചനയച്ചു, വെട്ടുകളിൽ അഴിക്കാൻ പറയണം. എന്തിനിങ്ങനെ വിട്ടുകൊടുക്കുക? അവനെ വിട്ടുകൊടുക്കുന്ന ഈ സേവകന്മാർ പറവയോട് പറയണം. ആകയാൽ അവർ മോശയെയും അഹരോനെയും പറവയുടെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. സേവകന്മാർ വേഗം പോയി ഈ വെട്ടുകിളികൾ വന്ന് നശിപ്പിക്കുമെന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും തിരികെ കൊണ്ടുവന്നു. കുറേ നശിപ്പിച്ച് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. എന്നാൽ ആരെല്ലാമാണ് പോകുന്നത്? മോശ പറഞ്ഞു, ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രിമാരും ഒരുമിച്ചിട്ടാണ് അവനെ വേണ്ടി ബലി കഴിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ മാടുകളും കൊണ്ടുപോകണം. അപ്പോൾ പറവ പറയണം, നിങ്ങൾ പൊയ്ക്കോ, ഒരു കാര്യം ചെയ്യും, ഒരു കെണി വയ്ക്കണം. അതിനോട് മാടുകൾ ഇവിടെ നിൽക്കട്ടെ, നിങ്ങളും നിങ്ങളുടെ മക്കളും പോയിട്ട് കർത്താവിനെ ആരാധിച്ചിട്ട് തിരിച്ചു വരിക. മാടുകൾ ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ മോശ പറയും, അങ്ങനെയല്ല, അത് ശരിയല്ല. ഞാനും ഞങ്ങളുടെ മക്കളും കുടുംബം മുഴുവനും മാടും എല്ലാം കൂടിയാണ് കർത്താവിനെ ബലിയർപ്പിക്കാൻ മരുഭൂമിയിലേക്ക് പോകുന്നത്. മോശയ്ക്ക് അത് ഇഷ്ടമായില്ല. അവനെ പല്ലികടി വീണ്ടും തുടങ്ങി. ഹല്ലേലൂയ. കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിനെ പൂജാ മഹോത്സവം ആഘോഷിക്കാനാണ്, അവന് വേണ്ടി പൂജ ചെയ്യാനാണ്, അവന് വേണ്ടി ആരാധിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അത് മൃഗങ്ങളും കൂടെ വരട്ടെ എന്ന് മോശ പറവയോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ
കർത്താവ് നിങ്ങളെ കാക്കട്ടെ, കർത്താവ് നിങ്ങളെ കാക്കട്ടെ എന്നൊരു വരവും കൂടി കൊടുത്തു പറഞ്ഞു. പൊക്കോ ഉണ്ടോക്കോ. ഹല്ലേലൂയ. നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി. ഉടനെ അവൻ്റെ വാക്ക് പിന്നെയും മാറി. അവൻ പറയണണ്ട, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി. അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? എല്ലാവരും വേണം, മക്കളും കുഞ്ഞുമക്കളും ആട് മാട് കോഴി എല്ലാവരും കർത്താവിനെ ആരാധിക്കാൻ മരുഭൂമിയിലേക്ക് അവന് പൂജ ചെയ്യാനായിട്ട് വിട്ടയക്കുക. അപ്പോൾ ഇവൻ അതിനെയൊക്കെ വിടുന്നില്ല, ചിലത് മാത്രം അങ്ങോട്ട് ഒപ്പിട്ട്. ഉടൻ തന്നെ അവർ പറവയുടെ സന്നിധിയിൽ നിന്നും നീങ്ങിപ്പോയി. അവരൊന്ന് പറവയുടെ സന്നിധിയിൽ നിന്ന് ഇതൊക്കെ കേട്ടപ്പോഴത്തേനും പറവയുടെ അടുത്ത് നിന്ന് മോശ അഹരോനും മാറിപ്പോയി. ഇവനോട് സംസാരിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല, കാരണം ഇവൻ വാക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർക്ക് തോന്നി, അവർ നീങ്ങിപ്പോയി. പിന്നീട് കർത്താവ് മോശയോടും അരുളി ചെയ്തു, നീ ഈജിപ്തിൻ്റെ മേൽ കൈ നീട്ടുക. യേശുവേ നന്ദി. 12-ാം വാക്യം, ഈജിപ്തിൻ്റെ മേൽ കൈ നീട്ടുക. കാരണം മോശയെ കർത്താവ് ദൈവമാക്കിയിരിക്കുകയാണ്, അഹരോനെ പ്രവാചകനുമായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് പറയാണ്, നീ ആകാശത്തേക്ക് കൈ നീട്ടുക. അവൻ്റെ കൈയും ദൈവമായ കർത്താവാണ്, അവൻ്റെ കയ്യിലെ വടിയും അതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നീട്ടുക. കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്ന് നശിപ്പിക്കുന്നതിന് വെട്ടുകിളികൾ വരട്ടെ. യേശു പറയുന്നു, വെട്ടുകിളികൾ വരട്ടെ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ ഉണ്ടായി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക, വെട്ടുകിളികൾ വരട്ടെ. യേശു പറയുന്നു വരട്ടെ. മോശ തൻ്റെ വടി ഈജിപ്തിൻ്റെ മേൽ നീട്ടി. അവൻ ആ വടിയും നീട്ടി, കൈയും നീട്ടി. ഒരു കൈയിൽ വടി നീട്ടി, ഒരു കൈയും ആകാശത്തിലേക്ക് നീട്ടി. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ കൈ നീട്ടണം. ഹല്ലേലൂയ. നീട്ടി. അന്ന് പകലും രാത്രി മുഴുവനും ആ നാടിൻ്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശി. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകിളികളെ കൊണ്ടുവന്നു. കിഴക്കൻ കാറ്റ് വീശി, അതിലൂടെ വെട്ടുകിളികൾ ഈജിപ്ത് മുഴുവനങ്ങാട് എന്താ പറയുക, പൂഴി പോലെ നിറഞ്ഞങ്ങോട്ട് ഭയങ്കരമായിട്ട് രാത്രിയും പകലും കൊണ്ട് വെട്ടുകിളികൾ ഈജിപ്തിനെ ആകെ ആക്രമിച്ചു. കുടുംബങ്ങളും മനുഷ്യരെയൊക്കെ വെട്ടുകിളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമല്ല, കൊത്തി എല്ലാം നശിപ്പിച്ച് കളയും. ഒറ്റ മണിക്കൂറുകൊണ്ട് തോട്ടം പച്ചപ്പ് എല്ലാം വെട്ടി നശിപ്പിച്ച് കളയും. ഭയങ്കരമാണ്. ഹല്ലേലൂയ. യേശുവെ ആക്രമിച്ചു. അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു. ആ രാജ്യം ഈജിപ്ത് മുഴുവൻ യേശുവിനെ അങ്ങോട്ട് കോപം കയറിയിട്ട് യേശു വെട്ടുകിളികൾ വിട്ടേക്കണം. ഇവൻ വിട്ടണില്ല. ഈ ജനത്തെ വിടാതെ വന്നപ്പോഴത്തേനും യേശുവിന് കോപം ജ്വലിക്കാൻ തുടങ്ങി. അവൻ വിട്ടയക്കാൻ വിസ്മരിച്ചപ്പോൾ യേശുനാഥൻ വെട്ടുകിളിയെ അയച്ചു. ഹല്ലേലൂയ. ആ രാജ്യം മുഴുവനും വ്യാപിച്ചു. ഇത് വിപുലമായി വെട്ടുകിളികൾ കൂട്ടങ്ങളായി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. അവർ അത്ഭുതപ്പെടാൻ തുടങ്ങി. ഇതിനു മുമ്പ് ഇതുപോലൊരു വെട്ടുകിളികൾ ഞങ്ങൾ കണ്ടിട്ട് പോലും. ഇതെങ്ങനെ വന്നു? ഇത് എവിടെ നിന്ന് വന്നു? കർത്താവ് അழைക്കണമാണ്. കർത്താവിന് വലുതും അസാധ്യമായുണ്ടോ? ഇല്ല, എല്ലാം സാധ്യമാക്കുന്നവനാണ് അവൻ. ഇനി ഉണ്ടാകുകയുമില്ല. അവ ആ ദേശം ആകെ മൂടിക്കളഞ്ഞു. അതിനാൽ ഇരുണ്ടുപോയി. ആ നിലമൊക്കെ അങ്ങോട്ട് ഇരുണ്ടുപോയി. അവിടെ മൊത്തം വെട്ടുകിളികൾ കൊണ്ട് നിറഞ്ഞ് സൂര്യപ്രകാശം ഇല്ലാണ്ട് അതുപോലെ അങ്ങോട്ട് ഭയങ്കരമായി പോയി. ഹല്ലേലൂയ. നാട്ടിൽ കന്മഴയും അതിജീവിച്ചു. മഴയിൽ അതിജീവിച്ച ചെടികളും മരങ്ങളും ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു. ചെടികളും കന്മഴ ഇന്നലെ നമ്മൾ 9-ാമത്തിൽ വായിച്ചു അല്ലേ? അവൻ പറയുന്നുണ്ട്, മാർക്കോസ്, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ ആരാധിക്കാനായിട്ട് ഞാൻ വിടാം. അപ്പോൾ കർത്താവ് കൈ നീട്ടി കന്മഴയും ഇടിമഴത്തും എല്ലാം നിലച്ചു. പക്ഷേ അവൻ്റെ മനസ്സ് വീണ്ടും മാറി. അവൻ എന്താ ചെയ്തത്? അവൻ വിട്ടില്ല. അവൻ്റെ പണി നോക്കിപ്പോയി. ഉടനെ കർത്താവ് ഇന്ന് വെട്ടുകിളികളെ വിട്ടേക്കാണ്. അപ്പോൾ അവിടെ കന്മഴയും ഈ ഇടിവെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫ്രൂട്ട്സ് മരങ്ങളും മറ്റ് സസ്യങ്ങളൊക്കെ പറമ്പുകളിലൊക്കെ നിൽപ്പുണ്ട്.
അത് വെട്ടുകിളികളെ അയച്ചിട്ട് അങ്ങോട്ട് നശിപ്പിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ച് കളയും, തിന്ന് തീർത്തു. ഈജിപ്തിൽ മരങ്ങളിലും വയലിലും ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല. ഒന്നും അവശേഷിച്ചില്ല, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. വെട്ടുകിളികൾ വന്നാലുള്ള സ്ഥിതി എന്താണ്? ഒരു മാവുമ്പോൾ ഒരു ഇല പോലും ഉണ്ടാവില്ല, ഒക്കെ തിന്ന് നശിപ്പിച്ച് കളയും. അതാണ് വെട്ടുകിളിയുടെ സ്വഭാവം. ഹല്ലേലൂയ. അവശേഷിച്ചില്ല. പറവ തിടുക്കത്തിൽ കണ്ടോ, അപ്പോഴാണ് അവന് ബുദ്ധി, അവൻ്റെ ബോധം വീണ്. ഇതെന്താണ് ഈ കാണുന്നത്? നശിച്ചല്ലോ, നമ്മളെ രാജ്യം എന്താ പറയണത്, മരുഭൂമിയായല്ലോ എന്നുള്ള അവൻ്റെ ഓർമ്മ അങ്ങോട്ട് പൊങ്ങി വന്നപ്പോഴത്തേനും പറവ തിടുക്കത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾക്കും എതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി. കണ്ടോ, അപ്പോഴാണ് അവസാനം അറിയുള്ളൂ തെറ്റ് ചെയ്തു പോയത്. ഇത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൻ വിടില്ല. വീണ്ടും അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് നിന്ന് കഴിയുമ്പോഴത്തേനും അവൻ വീണ്ടും കയറി പിടിക്കും. അവൻ്റെ സ്വഭാവം മോശയ്ക്കും അഹ്റോനും കർത്താവിനും നന്നായിട്ട് അറിയാം. ആകയാൽ ഈ പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണമേ. പറവ പറയും, ഈ പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണമേ. ഇത് തന്നെയാണ് നമ്മൾക്കും പറയുന്നത്. നമ്മൾ കർത്താവിനോട് പറയും, ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണമേ. പിന്നെ കാണില്ല, പിന്നെ ആ പ്രദേശത്തേക്ക് കാണില്ല. ഹല്ലേലൂയ. മാരകമായ ഈ ബന്ധനത്തിൽ നിന്നും അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. പറവ മോശയോട് പറയുന്നു, ഈ ബന്ധനത്തിൽ നിന്നും ഈ നശിപ്പിൽ നിന്നും നിങ്ങളുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. മോശ പറവയുടെ അടുക്കൽ നിന്നും പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു. മോശ ഇതെല്ലാം കേട്ടപ്പോഴത്തേനും വിശ്വസിച്ച് അവൻ പോയി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കരങ്ങൾ ഉയർത്തി. ഇവിടുത്തെ വെട്ടുകിളിയിലെ നിന്നും അകത്തി തരണമേ, ഇവരെ രക്ഷിക്കണമേ, ഇനി അവരങ്ങനെ ചെയ്യില്ല, അവൻ ഇസ്രായേൽ മക്കളെ വിട്ടുതരുമെന്നൊക്കെ മോശയും അഹരോനും കൂടി ദൈവമായ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു. കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശി. ശക്തമായി പടിഞ്ഞാറൻ കാറ്റ് വീണ്ടും വീശി. ആദ്യം വീശിയപ്പോൾ വെട്ടുകിളികൾ വന്നു, ഇപ്പൊ വീണ്ടും വീശി, വീണ്ടും കാറ്റ് വീശി. അത് വെട്ടുകിളികളെ തൂത്തുവാരി, അടിച്ചു വരണ പോലെ തൂത്തുവാരി. ഒറ്റ മണിക്കൂറുകൊണ്ട് കർത്താവ് എല്ലാ വെട്ടുകിളികളെയും തൂത്തുമാറി ചെങ്കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു, വാരി എറിഞ്ഞു കളഞ്ഞു. കർത്താവ് ചെങ്കടലിലേക്ക് ഇവയെ വാരി എറിഞ്ഞു കളഞ്ഞു. അവയിൽ ഒന്നുപോലും ഈജിപ്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ അവശേഷിച്ചില്ല, ഒന്നുപോലും അവശേഷിച്ചില്ല. എല്ലാത്തിനെയും മോശയുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് എല്ലാത്തിനെയും വിട്ട് എല്ലാത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കയറി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇവിടെ ഇറങ്ങി വരും കുടുംബത്തിലേക്ക്. എന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ ആദ്യം നോക്കണം എന്താണെന്നറിയാമോ? ഏത് പിശാചാണ് നിന്റെ കുടുംബത്തിൽ, അവനെ പിടിച്ച് പുറത്തോട്ട് വലിച്ചുകൊണ്ട് പോകും. കർത്താവ് വലിച്ചു കൊണ്ടുപോയിട്ട് അവനെ കത്തിച്ചു കളയും. അതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അതിനാണ് 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിൽ ഇറങ്ങി വന്നത്. പിശാചിന്റെ പ്രവൃത്തികൾ അവനെ നമ്മൾ വിശ്വസിക്കുകയോ അവൻ്റെ നേരെ നിൽക്കുകയോ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആരുടേതാണെന്ന് ആദ്യം തിരിച്ചറിയണം. അത് അറിയാണ്ട് ഒരു വ്യക്തിനെ കുറ്റപ്പെടുത്തി അവനെ വഴിതെറ്റിക്കാൻ നോക്കരുത്. അത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും എടുക്കരുത്. അല്ലെങ്കിൽ തിരിച്ചറിയണം. അറിയണമെന്ന് എന്ത് വേണം? ജ്ഞാനം വേണം. ബൈബിൾ വായിക്കുമ്പോഴേ ജ്ഞാനം കിട്ടുള്ളൂ. മാസിക വായിച്ചിട്ടെങ്കിൽ സാത്താൻ കയറും. വേണ്ടാത്ത പുസ്തകങ്ങൾ വായിച്ചാൽ സാത്താൻ കയറും, നിന്റെ ബുദ്ധിയിൽ കുത്തിവയ്ക്കും. നീ ഇത് പറ, അത് ചെയ്യേ, ഇത് ചെയ്യേ. അതാണ് തിന്മയുടെ ശക്തി. ഹല്ലേലൂയ. അതാണ് പറവ കാണിക്കുന്നത്. പറവയുടെ ബുദ്ധിയിലേക്ക് കയറും. ഞാനിപ്പോൾ ചെയ്തോളാം, പറഞ്ഞോളാം, അത് ചെയ്തു തരാം, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഈ ഒരു പ്രാവശ്യം കൂടി എനിക്ക് മാപ്പ് തരും. എത്ര പ്രാവശ്യം അവൻ പറയണത്? വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? അവസാന നിമിഷം അവൻ വിടില്ല, ഇസ്രായേൽ മക്കളെ വിടില്ല, അവൻ കെട്ടിപ്പിടിക്കും. അപ്പൊ കർത്താവിന് ദേഷ്യം കയറി ഓരോന്ന് കർത്താവ് ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവശേഷിച്ചില്ല. എങ്കിലും കർത്താവ് പറവയെ കഠിനമാക്കുകയും അവ മൂലം ഇവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. കണ്ട, അവിടെ എന്താ പറഞ്ഞത്? ആദ്യം വിട്ടോളാം, ഈ പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യങ്ങളും നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഇതൊന്നും ഒഴിവാക്കി തരണമേ, വിട്ടയച്ചേക്കാന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്താ പറയണത്? അവൻ്റെ കഠിനം ഒന്നും കൂടെ കഠിനമായി. അവനാരെയും വിട്ടയച്ചില്ല, അവൻ പഴയതുപോലെ തന്നെയായി. ഇതാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വരുന്ന ഓരോ തെറ്റുകുറ്റങ്ങളും. നമ്മൾ തിരിച്ചറിയണം, കർത്താവിനെ തിരിച്ചറിയണം, കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയണം, പരിശുദ്ധ അമ്മയുടെ തിരിച്ചറിയണം. തിരിച്ചറിയാണ്ട്
അറിയാത്തതിനെ ധ്യാനിച്ച് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഒരു കുടം കമത്തി വെച്ചിട്ട് കിണറ്റിൽ നിന്നും രാവിലെ മുതൽ അർദ്ധരാത്രി വരെ വെള്ളം കോരി വെച്ചാൽ കുടത്തിൽ വെള്ളം കയറോ? ഇല്ല. കുടം നിവർത്തി വെക്കണം, അപ്പോഴാണ് വെള്ളം ഇരുന്നറിയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ, രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നുകൊണ്ട് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഓ പിതാവായ ദൈവമേ, പുത്രൻ്റെ ജീവന്റെ വചനം, തുടിക്കുന്ന വചനം, അസ്ഥിബന്ധങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ജീവന്റെ വചനം കേൾക്കുമ്പോൾ ഓരോ മക്കളുടെയും കണ്ണുകൾ തുറക്കണമേ എന്ന്, ദുഷ്ടശക്തികൾ നീങ്ങിപ്പോണമേ എന്ന് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ലോർഡ്. ഹാവേ മരിയ.